ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജു രാജൻ. പലപ്പോഴും നമ്മൾ പത്രത്തിൽ കാണുന്നൊരു വാർത്തയാണ് RBI റിപ്പോ റേറ്റ് കൂട്ടി, റിപ്പോ റേറ്റ് കുറച്ചു. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ നൽകുന്ന വായ്പയുടെ പലിശ കുറയാനും കൂടാനും എല്ലാം സാധ്യതയുണ്ട്. എന്താണ് റിപ്പോ റേറ്റ്? എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? അതെങ്ങനെയാണ് നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കാതെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സാധാരണക്കാരന് ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ വീട്ടിലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരാളായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനും ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ടേംസ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് റിപ്പോ റേറ്റ്? സപ്പോസ് നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബാങ്കിനെ സമീപിക്കും. SBIയോ ഫെഡറൽ ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ ഏതെങ്കിലും ഒരു ബാങ്കിനെ നമ്മൾ സമീപിക്കും. അപ്പോൾ അവർ നമുക്ക് ലോണ് തരും. ഇനി ഈ ബാങ്കുകൾക്ക്, ഈ കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസയുടെ ആവശ്യം വന്നാൽ ഇവരെന്ത് ചെയ്യും? ഇവര് RBIനെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിക്കും. ആ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവർക്ക് ഓവർനൈറ്റ് ലോണുകൾ കൊടുക്കും. ഓവർനൈറ്റ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്രസ്വ കാലയളവിൽ അടച്ചു തീർക്കേണ്ട ലോണുകളെയാണ് ഓവർനൈറ്റ് ലോൺ എന്ന് പറയുക. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന് പൈസയ്ക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇവർ RBIനെ സമീപിക്കും. RBI ഓവർനൈറ്റ് ലോണുകൾ ഈ കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കും. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പേ ചെയ്യണം? പലിശ കൊടുക്കണം, അല്ലേ? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ നിന്ന് ലെൻഡ് ചെയ്യുന്ന സമയത്ത്, കടമെടുക്കുന്ന സമയത്ത്, ഓവർനൈറ്റ് ലോൺ എടുക്കുന്ന സമയത്ത് RBIക്ക് ഈ കമേഴ്ഷ്യൽ ബാങ്കുകൾ പേ ചെയ്യേണ്ട പലിശയെ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് ഈ ബാങ്കുകൾ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവർക്ക് ഓവർനൈറ്റ് ലോൺ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്രസ്വ കാലയളവിൽ തിരിച്ചടയ്ക്കേണ്ട ലോണുകൾ കൊടുക്കും. ഇത്തരത്തിൽ ലോൺ കൊടുക്കുന്ന സമയത്ത് ആ ലോണിന് RBI ഈടാക്കുന്ന പലിശയെ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റ് എങ്ങനെ നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്നു? സപ്പോസ് ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കുക, പണപ്പെരുപ്പമാണെന്ന് വിചാരിക്കുക. എല്ലാവരെയും പൂത്ത പൈസയുണ്ട്, എല്ലാവരെയും ധാരാളം പൈസ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആൾക്കാർ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും. ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് സാധനങ്ങൾ കിട്ടാതെയാവും, ഉള്ള സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങളുടെ വില കൂടും, വിലക്കയറ്റം ഉണ്ടാവും. ഈ ഇൻഫ്ലേഷൻ ലോങ് ടേമിൽ നല്ലതാണ്. ഒരു 50 വർഷം മുമ്പുണ്ടായിരുന്ന 100 രൂപയുടെ വാല്യൂ അല്ല ഇന്നത്തെ 100 രൂപ എന്ന് പറയുന്നത്. ലോങ് ടേം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഷോർട്ട് ടേമിൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കോണമിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ സാഹചര്യങ്ങളിൽ പണത്തിൻ്റെ ലഭ്യത, എക്കോണമിയിലൂടെ ഒഴുകുന്ന പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനും RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എക്കോണമിയിലെ പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നാണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ? സപ്പോസ് റിപ്പോ റേറ്റ് കൂട്ടി എന്ന് വിചാരിക്കുക. അതായത് RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിന്റെ പലിശ കൂട്ടിയെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അതൊരു അഡീഷണൽ ബേർഡൻ ആയിരിക്കും, ഒരു ബാധ്യതയായിരിക്കും. ഈ ബാധ്യത അവര് നമ്മുടെ തലക്കിട്ട് തരും. അതായത് നമുക്ക് തരുന്ന ലോണിന്റെ പലിശ അവർ ഉയർത്തും. നമുക്കും ബിസിനസ്സിനും എല്ലാം കൊടുക്കുന്ന ലോണിന്റെ പലിശ അവർ ഉയർത്തും. അതായത് നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി അങ്ങ് കുറയും, നമുക്ക് ലോൺ എടുക്കാനുള്ള കപ്പാസിറ്റി അങ്ങ് കുറയും. കാരണം പലിശ കൂടുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കോണമിയിലെ ക്യാഷ് ഫ്ലോ, പണത്തിൻ്റെ ലഭ്യതയും കുറയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ RBI ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ റിപ്പോ റേറ്റ് വെച്ചിട്ട് കളിക്കുന്നത്. ഇനി സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. ബിസിനസ്സുകളിലെ സ്റ്റോക്കൊക്കെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുക. കാരണം അത് വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ബിസിനസ്സിലാണെങ്കിൽ പ്രൊഡക്ഷനും മാനുഫാക്ചറിംഗ് ഒന്നും നടക്കുന്നില്ല. കാരണം റോ മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് അവരിൽ പൈസ ഇല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എക്കോണമിയിൽ കൂടുതൽ ഫണ്ട് ഒഴുകേണ്ടതുണ്ട്. എക്കോണമിയിൽ പണത്തിൻ്റെ ലഭ്യത കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ RBIക്ക് എന്ത് ചെയ്യാൻ കഴിയും? RBI ഈ റിപ്പോ റേറ്റ് കുറയ്ക്കും. അതായത് കമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലോണിൻ്റെ പലിശ കുറയ്ക്കും. കുറയ്ക്കുന്ന സമയത്ത് ഈ ബെനിഫിറ്റ് എത്തിച്ചേരേണ്ടത് ആർക്കാ? ശരിക്കും ബോറോവേഴ്സിനാ, ബിസിനസ്സുകൾക്ക് നമുക്കുമാണ്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക് ബോറോവേഴ്സിന് കൊടുക്കുന്ന, അതായത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ലോണിൻ്റെ പലിശ കുറയ്ക്കും. കുറയ്ക്കുന്ന സമയത്ത് പണത്തിൻ്റെ ലഭ്യത, കുറഞ്ഞ ചെലവിൽ അവർക്ക് ലോൺ എടുക്കാൻ കഴിയും. പണത്തിൻ്റെ ലഭ്യത എക്കോണമിയിൽ കൂടുകയും ചെയ്യും. അപ്പോൾ ഈ RBI റിപ്പോ റേറ്റ് കുറച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ,
ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഏത് നിമിഷവും അവരുടെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്, ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ അത് വലിയ രീതിയിൽ തന്നെ സഹായിക്കാം. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എക്സസ് ആയിട്ടുള്ള, കൂടുതലായിട്ടുള്ള പണം അവർ RBIയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് RBI ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ കുറച്ചധികം പണമുണ്ട്. ഈ പണം അവർ RBIയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ RBI ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എങ്ങനെയാണ് നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്നത്? ഇൻഫ്ലേഷൻ ആണെങ്കിൽ, പണപ്പെരുപ്പമാണെങ്കിൽ പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ RBI എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടും. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പലിശ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ലോൺ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസയിലും കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ലോൺ കൊടുക്കത്തില്ല. ഈ രീതിയിൽ പണത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനായിട്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് RBI കൂട്ടും. ഇനി സാമ്പത്തിക മാന്ദ്യമാണെങ്കിലോ പണത്തിൻ്റെ ലഭ്യത കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ RBI റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഈ ബാങ്കുകൾ RBIയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറഞ്ഞ പലിശ കിട്ടത്തുള്ളൂ. അപ്പോൾ RBI എന്ത് ചെയ്യും? കൂടുതൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പണത്തിൻ്റെ ലഭ്യത എക്കോണമിയിൽ കൂടും. അപ്പോൾ എന്താണ് റിപ്പോ റേറ്റ്, എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്, അതെങ്ങനെ ഒരു എക്കോണമിയെ ബാധിക്കുന്നു? ഇതെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ ഒരു സാധാരണ ബിസിനസ്സുകാരന് കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം, ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാം. ഇത്രയും പറഞ്ഞത് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട്, ഒരുപാട് ഡീപ്പായിട്ട് നമ്മളിതിൽ പോയിട്ടില്ല. പക്ഷെ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഒരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത്രമാത്രം അറിഞ്ഞാൽ പോരാ, വളരെ ഡീപ്പായിട്ട് ഇതിൽ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതലായിട്ടുള്ള ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. Goodbye.